ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവാദരണീയരായ സംഘടനാ നേതൃത്വം, പ്രിയ ശ്രോതാക്കൾ, സ്ത്രീ ശാക്തീകരണം, നിയമങ്ങളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ കുറച്ച് ആലോചനകൾ പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്വഹാബി കടന്നു വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടത് ആരോടാണ്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവദിച്ചു, ഉമ്മി. ഇത്തരത്തിൽ സ്വഹാബി 3 തവണ ആവർത്തിച്ചപ്പോഴും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. നമ്മുടെ സമുദായവും സമൂഹവും സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമപരമായി നമ്മുടെ രാജ്യവും സംവിധാനങ്ങളും ഒട്ടനേകം നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആർട്ടിക്കിൾ 14, 15 അനുച്ഛേദങ്ങളിലൂടെ നിയമത്തിന് മുന്നിൽ തുല്യതയും ലിംഗവിവേചനത്തിനെതിരെയുള്ള സംരക്ഷണവും രാജ്യം ഉറപ്പു നൽകി. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഗാർഹിക പീഡന വിരുദ്ധ നിയമം നമ്മുടെ രാജ്യം പാസാക്കി. സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് POSH ആക്ട് 2013 ജോലിസ്ഥലത്തെ സുരക്ഷ സ്ത്രീകൾക്ക് ഉറപ്പു നൽകി. നാരീശക്തി വന്ദന അധിനിയം എന്ന പേരിൽ 2023 അടുത്തിടെയാണ് പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം രാജ്യം ഉറപ്പു നൽകിയത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. NSRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2023-24 വർഷത്തിൽ സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾ 4% വർദ്ധിച്ചതായി കണക്കാക്കുകയാണ്. ഡൽഹി, ഹരിയാന, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നിട്ടുള്ളത്. നമ്മുടെ തൊഴിൽ പങ്കാളിത്ത മേഖലകളിലും ആൺ പ്രഭുത്വത്തെ നിലവിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം 77.2% പുരുഷന്മാർ നിലവിൽ ജോലി സ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ വെറും 41.7% മാത്രമാണ് സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ പങ്കാളിത്തം. ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾക്ക് പുതിയ ശാക്തീകരണം സാധ്യമായെങ്കിലും 49.3% മാത്രമാണ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നഗരങ്ങളിൽ ഡിജിറ്റൽ മേഖലയിൽ സ്ത്രീകൾ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം സാധ്യമാക്കിയെങ്കിലും ഗ്രാമമേഖലകളിൽ വളരെ വിഷമകരമായ സാഹചര്യമാണ് സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ വിവിധമായ അധ്യാപനങ്ങളെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എത്തരത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിൽ ഇസ്ലാം നൽകിയ പാഠമെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. മദീന ചാർട്ടറിലൂടെ 1500 വർഷങ്ങൾക്ക് മുമ്പ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വിദ്യാഭ്യാസം നേടുക എന്നത് ഓരോ മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും പ്രധാനപ്പെട്ട ദൗത്യമാണെന്ന് ഇസ്ലാം വ്യക്തമാക്കി. അതുപോലെ തന്നെ 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം ഇൻഹെറിറ്റൻസിലൂടെ സ്വത്തവകാശത്തിന് വേണ്ടി സ്ത്രീക്ക് വേണ്ടി അതിൻ്റെ അവകാശം നൽകുന്നത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പിന്നീട് സ്ത്രീകൾക്ക് മറ്റു മേഖലയിലുള്ള സംവിധാനങ്ങൾ മുന്നിലേക്ക് വന്നത്. അല്ലാമ ഇഖ്ബാലിന്റെ പ്രശസ്തമായൊരു വരിയുണ്ട്. അതിങ്ങനെയാണ്, അതായത് സ്ത്രീയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം. ഒരു അമ്മ എന്ന നിലയിൽ അവരുടെ പദവി ഏതൊരു എഴുത്തുകാരനേക്കാളും തത്വചിന്തകനേക്കാളും വലുതാണ് എന്ന് അല്ലാമ ഇഖ്ബാൽ തന്റെ പ്രശസ്തമായ ജബറി കാലിം എന്ന തന്റെ കൃതിയിലൂടെ വ്യക്തമാക്കുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ കാലത്ത് സ്ത്രീക്ക് ആവശ്യമുള്ളത് അവർക്ക് അനുവദിച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തെയും അവർക്ക് അനുവദിച്ചു തന്ന മേഖലകളെയും കൃത്യമായി നിർവചിച്ചു കൊടുക്കുകയും അവരുടെ മേഖലകളിൽ അവർക്ക് വികസിക്കാനുള്ള സാധ്യതയെ സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. കേരളത്തിൽ മർകസുസ് സഖാഫത്ത് സുന്നിയയിലൂടെയും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള വലിയ സ്ത്രീ ശാക്തീകരണം സാധ്യമായിട്ടുണ്ട്. പുരുഷനായി കാണാനും സ്ത്രീയെ സ്ത്രീയായി കാണാനും അതിലൂടെ ലിബറൽ ചിന്താഗതിക്കപ്പുറത്തേക്ക് സാമൂഹികമായ മുന്നേറ്റം ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോളുരുമ്പിക്കൊണ്ട് സാധ്യമാക്കുകയാണ് പുതിയ കാലത്ത് നമുക്ക് വേണ്ടത്. അത്തരത്തിലൊരു ലോകക്രമത്തിന് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം, ആശംസിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Call letter D on